RRB JEE നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 7934ഓളം വേക്കൻസികളുള്ള ഈ ഒരു മാസീവ് റിക്രൂട്ട്മെന്റ് ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ഒരു അവസരം തന്നെയാണ്. കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ 2025ഓടുകൂടി നിങ്ങൾക്കും മികച്ച ഒരു കേന്ദ്ര സർക്കാർ ജോലി സ്വന്തമാക്കാനായി സാധിക്കും. പക്ഷേ RRB JEE പ്രിപ്പറേഷൻ ഇനിയും തുടങ്ങാത്തവരാണോ നിങ്ങൾ? എങ്കിൽ സമൃദ്ധിയുടെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ നിങ്ങൾക്കും ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം പ്രിപ്പറേഷൻ ആരംഭിക്കാം. അതിനായി ടെക് PSC RRB JEE തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. RRB എക്സാമുകളിൽ മുൻവർഷത്തെ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് വളരെ ചെറിയ ഫീസിൽ സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 1499 രൂപയ്ക്കും, ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 2999 രൂപയ്ക്കും, ഇനി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പരീക്ഷകൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കുന്നവർക്ക് വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിലും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. അപ്പൊ നമ്മൾ ഇന്ന് മെയിൻലി നമ്പർ സിസ്റ്റംസ് ആണ് നോക്കുന്നത്. അതിൽ തന്നെ നമ്മൾ സിംപ്ലിഫിക്കേഷനിലാണ് ഇന്ന് മെയിൻലി നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആക്ച്വലി ഈ ഒരു ഇതിങ്ങനെ അതായത് കണ്ടിന്യൂവേഷൻ ആയിട്ട് പോകും. ബിക്കോസ് സിംപ്ലിഫിക്കേഷൻ ഇന്ന് കംപ്ലീറ്റ് ആവില്ല. നാളെയും കുറച്ച് നമുക്ക് സിംപ്ലിഫിക്കേഷൻ പഠിക്കേണ്ടി വരും. അപ്പം ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പം ക്ലാസ്സിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ കൗണ്ട് ലൈക്ക് നമ്പർ ലിമിറ്റഡ് ആയിരിക്കും. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് പ്രൂവ് ആവാനായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ആദ്യം തന്നെ ഇപ്പം ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇപ്പം ബേസിക്കലി ഈ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് എപ്പോഴും ക്ലാസ് പഠിപ്പിക്കുമ്പോൾ എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ചാൽ ട്രിക്ക് ഒക്കെ കേൾക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയുന്ന മൾട്ടിപ്ലിക്കേഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. സോ നമുക്കറിയാം ആപ്റ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്പീഡാണ്. സ്പീഡാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടത്. ബിക്കോസ് എത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നോ അത്രത്തോളം നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ നമുക്ക് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് നിങ്ങൾ എന്തായാലും പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, എന്താ ചെയ്യണം, ഇത് പ്രാക്ടീസ് ചെയ്യണം. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇപ്പൊ 91 into 95 എന്ന് കണ്ടാൽ ഈ ട്രിക്ക് വെച്ച് തന്നെ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. സോ ദാറ്റ് നമുക്ക് ഒരുപാട് സമയം സോൾവ് ചെയ്യാനും പറ്റും. നമ്മൾ ഇത്രനാളും പഠിച്ചു വന്നിട്ടുള്ള ആ ഒരു നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് നമ്മൾ കുറയ്ക്കുകയും ചെയ്യും. നമുക്കിപ്പോ എന്ത് ട്രിക്ക് പഠിച്ചാലും നമുക്ക് പഴയ ആ ഒരു കൺവെൻഷണൽ മെത്തേഡിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ് തോന്നുക. പക്ഷെ അത് ഭയങ്കര എന്താണ്, നമ്മുടെ സമയം കളയും. സമയത്തിന്റെ ഒരു കൺസ്ട്രെയിൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് പഠിപ്പിക്കുന്നതും. അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസിന്റെ നമ്പേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇങ്ങനത്തെ ട്രിക്ക് ഒക്കെ വെച്ച് സോൾവ് ചെയ്യുന്ന പോലത്തെ ന്യൂമറിക്കൽസ് ആയിരിക്കും എക്സാമിന് അവർ ഇടുകയും ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഒരു ട്രിക്ക് വർക്ക് ആവണമെങ്കിൽ നമ്പേഴ്സ് എങ്ങനെയായിരിക്കണം, 100ന്റെ അടുത്തായിരിക്കണം. അതായത് ഞാനിപ്പോ പറയാണ് ഒരു 90 to 100 എന്നുള്ള റേഞ്ചിൽ വരുന്ന നമ്പേഴ്സ് ആണ്. അല്ലെങ്കിൽ 100 to 110 ഈ ഒരു 10 ഡിഫറൻസിലൊക്കെ വരുന്ന നമ്പേഴ്സ് ആണ്. 100ൽ നിന്ന് ഒന്നില്ലെങ്കിൽ ഒരു ലെസ് ദാൻ 10 അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ ദാൻ 10 ഈ ഒരു ഡിഫറൻസിലാണ് മെയിൻലി ഈ ട്രിക്ക് വർക്ക് ആവുക. ഡിഫറൻസ് ഇങ്ങനെ അല്ലെങ്കിലും ഈ ട്രിക്ക് വർക്ക് ആവും. പക്ഷെ എന്താണ്, ഇത് കുറച്ചും കൂടി കോംപ്ലെക്സ് ആവും. സോ നമുക്ക് നോക്കാം. ഇപ്പൊ 91 into 95 എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ 91 into 95 എത്രയാന്ന് പറഞ്ഞാൽ നിങ്ങൾ ബേസിക്കലി എന്ത് ചെയ്യും, 91 into 95 മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. ഇപ്പൊ എന്താണ് 5 into 1 5, 9 5s are 45, 9 1s are 9, 9 9s are 81 എന്നിട്ട് എന്ത് ചെയ്തു, അത് ആഡ് ചെയ്യും അല്ലെ. ഇപ്പൊ 9 + 5 14 വന്നു. എത്ര വരും, 6 8 6 4 5 എന്ന് പറഞ്ഞ് നമ്മള് എത്ര സ്റ്റെപ്പിലാ ചെയ്തേ, 1 2 3 സ്റ്റെപ്പിലാണ് നമ്മൾക്ക് ഈ ഒരു ആൻസർ കിട്ടിയത്. പക്ഷെ നമ്മുടെ ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കൺവെൻഷണൽ മെത്തേഡിൽ നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്യുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ നമ്മളുടെ ട്രിക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ 91 എന്ന് പറഞ്ഞാൽ എനിക്കറിയാം 100ൽ നിന്ന് 9 കുറച്ചാൽ 91 ആണ് അല്ലെ. 95 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, 100ൽ നിന്ന് ഒരു 5 കുറച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടി,
95 കിട്ടി. അല്ലെങ്കിൽ നമുക്ക് പറയാം 91 100 ആവാൻ ഒരു 9ന്റെ കുറവുണ്ട് എന്ന് പറയാം അല്ലെ. അപ്പൊ 100ൽ നിന്ന് -9 ചെയ്താലാണ്, 100ൽ നിന്ന് -9 ചെയ്താൽ 91 ആണ്, 100ൽ നിന്ന് -5 ചെയ്താൽ 95 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ലാസ്റ്റത്തെ ഡിജിറ്റിനെ കിട്ടാനായിട്ട് ഈ രണ്ട് നമ്പേഴ്സിന് തമ്മിൽ മൾട്ടിപ്ലൈ. അപ്പൊ 9 ഉം 5 എത്രയാണ്? 45. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് കിട്ടിയോ? കിട്ടി അല്ലെ. ഇതിലത്തെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നമുക്ക് കിട്ടി, 4, 5 കിട്ടി. ഇനി അടുത്ത ഡിജിറ്റ് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ തമ്മിൽ ആഡ് ചെയ്യാം. ഈ ക്രോസ് ആയിട്ടുള്ള എലമെന്റ്സിനെ തമ്മിൽ ആഡ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇവരെ തമ്മിൽ എടുക്കാം, അല്ലെങ്കിൽ ഇവരെ തമ്മിൽ എടുക്കാം. രണ്ടുപേരെ എടുത്താലും സെയിം ആയിരിക്കും. അപ്പൊ ഇവരെ തമ്മിൽ ആഡ് ചെയ്ത് നോക്കിക്കാം. 91 - 5 ആഡ് ചെയ്യുമ്പോൾ ദാ സൈൻ ശ്രദ്ധിക്കണം. 91ൽ നിന്ന് 5 കുറച്ചു. അപ്പൊ എത്ര വരും? 91ൽ നിന്ന് 5 കുറച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 86 എന്ന് കിട്ടി. അപ്പൊ 8645 എന്ന് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഓക്കെ, ട്രിക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണോ എന്ന് പറയൂ. ആണോ എന്നൊന്ന് കമന്റ് ചെയ്യൂ. ക്ലിയർ ആണോ എന്നൊന്ന് കമന്റ് ചെയ്യൂ. യെസ്. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ഒന്നും കൂടി കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത നമ്പേഴ്സിനെ ഞാൻ എടുക്കുകയാണ്. 96 × 95. അപ്പൊ നമുക്കറിയാം 96 × 95 എന്ന് പറയാൻ നേരത്തെ എന്ത് വരും? നമ്മളുടെ 100ൽ നിന്ന് -4 ചെയ്താൽ 96 കിട്ടും. 100ൽ നിന്ന് -5 ചെയ്ത് കഴിഞ്ഞാൽ 95 കിട്ടും അല്ലെ. അപ്പൊ 5 4s are 20 എന്ന് വന്നു. ആൻഡ് 96ൽ നിന്ന് 5 കുറയ്ക്കാം. 96ൽ നിന്ന് 5 കുറച്ചാൽ എന്ത് വരും? 91 എന്ന് വരും. അല്ലെങ്കിൽ 95 എന്ന് 4 കുറച്ചാലും മതി അല്ലെ. ഇവിടെ ശരിക്കും നിങ്ങൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ്? ക്രോസ് ഡയഗണൽ എലമെന്റ്സിനെ ആഡ് ആണ് ചെയ്യുന്നത് അല്ലെ. 95 + -4 ദാറ്റ് ഇസ് ഈക്വൽ ടു 9120 എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടി. ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഇവരെ തമ്മിൽ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഇവരെ തമ്മിൽ ആഡ് ആണ് ചെയ്തത്, ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ആണ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ പറയൂ. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പറയൂ. 97 × 93 എത്ര വരും? 97 × 93. 97നെ 93 വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. എത്രയാണ് വരിക? എത്രയാണ് വരുന്നത്? 97 × 93 എത്ര വരുന്നതെന്ന് പറഞ്ഞേ, കമന്റ് ബോക്സ് പറഞ്ഞേ. 97 × 93 9021 ആണ് വരുന്നത് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. 97 × 93 ചെയ്യാൻ നേരത്തെ നമുക്കറിയാം ഇവിടെ -3 ആണ്, ഇവിടെ -7 ആണ്. 7 3s are എങ്ങനെ വരും? 7 × 3 is 21 വന്നു. 97ൽ നിന്ന് 7 പോയല്ലേ. 7 പോയെന്ന് വെച്ചാൽ ഒരു ആഡ് ചെയ്തു അല്ലെ. അപ്പൊ 9021 ഇറ്റ് ഇസ് കറക്റ്റ് അല്ലെ. അടുത്ത് നോക്കിക്കേ. 98 × 97. 98 × 97 എന്ന് പറയുമ്പോൾ -2ഉം -3ഉം വന്നു. ഇതൊന്ന് പറ, ഇത് എത്രയാ വരുന്നത്? 98 × 97 ഇത് എത്രയാ വരുന്നത്? 98 × 97 ഇത് എത്ര വരും? 9506. വെരി ഗുഡ്. അപ്പം നമുക്കറിയാം നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആണ് എപ്പോഴും വരുന്നത്. 100ന് 2 സീറോസ് ഉണ്ട് അല്ലെ. 100ന് 2 സീറോസ് ഉണ്ട്. അപ്പൊ ലാസ്റ്റ് എപ്പോഴും 2 ഡിജിറ്റ്സ് വരണം. 2 ഡിജിറ്റ്സ് ആയിരിക്കണം ലാസ്റ്റ് എപ്പോഴും വരേണ്ടത്. അപ്പം ഈ ലാസ്റ്റ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് എപ്പോഴും 2 ഡിജിറ്റ്സ് വരണം. അപ്പൊ 2 × 3 6 ആണ്. അതിനെ 2 ഡിജിറ്റ്സ് ആക്കാൻ നമ്മൾ എന്ത് കൊടുക്കും? 06 എന്ന് കൊടുക്കും. ഇനി 98ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 95 കിട്ടും. അപ്പൊ 9506 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ 88 × 92. 88 × 92 എങ്ങനെ ചെയ്യും? 88 × 92 ആൻസർ പറയൂ. 88 എന്ന് പറയുമ്പോൾ 100ൽ നിന്ന് 12 കുറവാണ്. 92 എന്ന് പറയുമ്പോൾ 8 കുറവാണ്. ആൻഡ് ഇവരെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 12 × 8 എത്ര വരും? 12 × 8 8 2s are 16 വരും. 72 എന്ന് വരും അല്ലെ. 12 × 8 is equal to 96 എന്ന് വരും അല്ലെ. 72 എത്രയാണ്? 8 2s are 16 വരും. 12 × 8 is 96 എന്ന് വരും. യെസ്, 8096. അപ്പൊ 96 എന്ന് വന്നു. ആൻഡ് എന്താണ്? 88ൽ നിന്ന് 8 പോയാൽ 80 എന്ന് വന്നു. അപ്പൊ 8096 എന്ന് വന്നു അല്ലെ. യെസ്, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. ഇഫ് ദ നമ്പേഴ്സ് ലൈക് 87 × 91. 87 എന്ന് പറയുമ്പോൾ -13 ആണ്.
91 എന്ന് പറയുമ്പോൾ -9 ആണ്. അപ്പൊ 13 into 9 എന്ന് പറയുമ്പോൾ 9 3s are 27 ആണ്. 117 എന്ന് വന്നു. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് വരാൻ പാടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞേ. 87 into 91. 87 into 91 എത്രയാ വരുന്നത്? സി ഭയങ്കര ഈസി അല്ലേ ഈ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക്? ഇപ്പം ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ വരണമെന്നില്ല. ചില ഡെസിമൽ നമ്പേഴ്സ് ഒക്കെ വരും. ഇപ്പൊ 0.87 into 0.91 ഒക്കെ പറഞ്ഞ ഡെസിമൽ നമ്പേഴ്സ് ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ട്രിക്സ് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡെസിമൽ പ്ലേസിൽ ഇട്ട് കൊടുത്താൽ മതി. 8096 അത് നേരത്തെ പറഞ്ഞ ആൻസർ ആണ് അല്ലെ. ഇത് എത്രയാ വന്നത്? 87 into 91. 87 into 91 ഇതിന് എത്ര ആൻസർ വന്നത്? സി ഇങ്ങനെയൊക്കെ വരാൻ നേരത്തെ ട്രിക്ക് ഇസ് വർക്കിംഗ്. യെസ്, വെരി ഗുഡ്. ഇറ്റ് ഇസ് 7917 ആണ് ആൻസർ വരുന്നത്. ട്രിക്ക് വർക്കിംഗ് ആണ്. ബട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം 13 into 9 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാതെ തന്നെ ചെയ്യാം അല്ലെ. 9 3s are 27 ആണ്. അപ്പൊ 9 + 2 is 11. അപ്പൊ 117. ഇതില് നമുക്ക് ആകെ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് മതി. അപ്പൊ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് ഞാൻ ഇവിടെ എഴുതി 17 എഴുതി. ഇനി ഈ 1 നമ്മൾ എന്ത് ചെയ്യണം, ഇവന്റെ കൂടെ കൂട്ടണം. അതായത് 87 - 9 ചെയ്ത് കിട്ടുന്നതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1നെ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. ഉള്ള ആ ഒരു 1നെ നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യാം. ഈ 1നെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എടുത്ത് അങ്ങ് ആഡ് ചെയ്യും. അപ്പം 87 - 9 എന്ന് പറയുമ്പോൾ എത്രയാണ്? 78 ആണ് അല്ലെ. 78 + 1 it is equal to 79 എന്ന് കിട്ടി. അപ്പം 7917 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. 7917 തന്നെയല്ല നിങ്ങൾക്ക് കിട്ടിയത്? 7917. യെസ്. അപ്പൊ ഈ ഒരു മെത്തേഡ്, നിങ്ങൾ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ഞാൻ എന്താണ് ആദ്യമേ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഈ ഒരു ട്രിക്ക് വെച്ചായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മൾ ഓരോ ക്ലാസ്സിലും ഇങ്ങനെ ചെറിയ ചെറിയ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സും സ്ക്വയറിംഗ് ട്രിക്സും ഒക്കെ ഡിസ്കസ് ചെയ്യും. ടുവേർഡ്സ് നെക്സ്റ്റ് ക്ലാസ് ബിഗിനിങ്ങിൽ നമുക്ക് ഇങ്ങനത്തെ ട്രിക്സ് ഡിസ്കസ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞ് ടോപ്പിക്കിലേക്ക് പോകാം. ബിക്കോസ് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ. ഇനി നോക്കിക്കേ, നമ്പേഴ്സ് 100ൽ താഴെ ആവുമ്പോൾ നമ്മൾ പഠിച്ചു. ഇനി 100ലേക്കാളും ഗ്രേറ്റർ ആവുകയാണ്. അപ്പോഴും നമ്മുടെ ട്രിക്ക് വർക്ക് ആവും. 105 into 107 എനിക്ക് ചെയ്യണം. അപ്പൊ നോക്കിക്കേ, നമുക്കറിയാം നേരത്തെ 100ൽ കുറവുള്ള നമ്പേഴ്സ് ആയിരുന്നു. ഇപ്പൊ 100ലേക്കാളും കൂടുതലാണ്. അപ്പൊ എന്ത് കൊടുക്കണം? +5 അല്ലെ. 105 എന്ന് പറഞ്ഞാൽ 100നേക്കാൾ 5 കൂടുതലാണ്. ഇവിടെ എന്താ? +7 7 കൂടുതലാണ്. 7 5s are 35 വന്നു. ദെൻ എന്താ ചെയ്യാ? ഇവിടെ ഇവരെ തമ്മിൽ ആഡ് ചെയ്യണം അല്ലെ. ഇവരെ തമ്മിൽ ആഡ് ആണ് ചെയ്യേണ്ടത്. ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ എപ്പോഴും ആഡ് ആണ് ചെയ്യേണ്ടത്. ഇവരെ തമ്മിൽ എപ്പോഴും മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. അത് മറക്കരുത്. ഇവരെ തമ്മിൽ ആഡ് ചെയ്യാം. ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവരെ തമ്മിൽ ആഡ് ചെയ്യുന്നു അല്ലെ. 105ന്റെ കൂടെ 7 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 112 കിട്ടും. 11235 ആൻസർ കിട്ടിയോ? 11235 11235 കിട്ടിയോ? 105 into 107 is equal to 11235 എന്ന് പറഞ്ഞ് കിട്ടി. നിങ്ങൾക്ക് കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പറ. ഇഫ് ദ നമ്പേഴ്സ് ഓക്കെ 108 into 101 108 into 101 എത്രയാണ് ആൻസർ വരുന്നത്? ടൈപ്പോ വന്നു എന്ന് പറയുന്നുണ്ട്. 108 into 108 into നമുക്ക് നോക്കാം എത്രയാണ് ആൻസർ വരുന്നത് എന്ന്. ഡിഫറെന്റ് ആൻസേഴ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, 1098 ആണ് പറയുന്നത്. നോക്കാം. 108 into 101. അപ്പൊ നോക്കിക്കേ, ഇവിടെ എത്രയാണ്? +8 +1 ആണ് വരുന്നത്. സോ നമുക്കറിയാം എത്രയാണ്? +8 അല്ല, നിങ്ങൾക്ക് എത്ര ആൻസർ വന്നേ? 108 into 101 എത്ര ആൻസർ വന്നിരിക്കുന്നത്? ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു ചെയ്യും. 108 into 109 108 into 109 ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. നോക്കിക്കേ, 8 into 1 വന്നു. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് വരണം. അപ്പൊ 08 എന്ന് വന്നു അല്ലെ. ഇനി 8ന്റെ കൂടെ 1 കൂട്ടുക അല്ലെ. അപ്പൊ 10908. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. 10908. യെസ്, 10908. വെരി ഗുഡ്. 10908 എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. നമ്മൾ ഇത്ര നേരം പഠിച്ചത് 100ന് നിയറർ ആവുമ്പോഴാണ്. ഇനി എത്രയാണ്?
1000 നിയർ ആകുമ്പോൾ ഈ ട്രിക്ക് ആക്ച്വലി എല്ലാത്തിനും വർക്ക് ആവും. 1000 നിയർ ആകുമ്പോൾ 10,000 നിയർ ആകുമ്പോഴൊക്കെ ഈ ട്രിക്ക് വർക്ക് ആവും. അപ്പം 1000 നിയർ ആവുകയാണെന്ന് വിചാരിക്കും. മോസ്റ്റ്ലി നമ്മൾ 1000 വരെയൊക്കെയാണ്, ലൈക് 10,000 നമ്പേഴ്സ് ഒക്കെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് അധികം ചോദിക്കാറില്ല. അപ്പൊ 1000 നിയർ ആവുമ്പോ എങ്ങനെയാ വരിക നോക്കി. 1000 എത്ര കുറവാണ്? 9 കുറവാണ് അല്ലെ. ഇവിടെ 1000 5 കുറവാണ്. അപ്പം 9 5s are 45 അല്ലെ. പക്ഷെ ഇവിടെ എങ്ങനെയാ? ഇവിടെ നിങ്ങൾ എനിക്ക് പറഞ്ഞ ഇവിടെ എത്ര ഡിജിറ്റ് വേണം ലാസ്റ്റ്? ഓക്കെ, നമ്മുടെ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തരൂ. 100 പോലെ തന്നെയാണ് ഈ ട്രിക്ക് വർക്ക് ആവുന്നത്. പക്ഷെ ദ ഓൺലി ഡിഫറൻസ് നമ്പർ 1000 ആയി അല്ലെ. അപ്പൊ എങ്ങനെയാ വരിക? നമ്പർ 1000 ആയി. എന്താ നമ്മളിവിടെ ചെയ്യുന്നത്? നമ്മള് 9നെയും 5നെയും തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഇവിടെ ഞാൻ ഈ സ്റ്റാർ ഇടുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 9 5s are 45 ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു 1000ന് 3 zeros ഉണ്ട്. അപ്പൊ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് വരണം. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. 100ന് നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആണ് എഴുതിയത്. 100ന് 2 സീറോ ഉള്ളതുകൊണ്ട് ഇവിടെ 3 ഡിജിറ്റ്സ് വരണം. അപ്പൊ ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു സീറോ ഇട്ടു. 045 ഇട്ടു. ഇനി എന്ത് ചെയ്യണം? 91ൽ നിന്ന് ഈ 5 91 - 5നെ ആഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 91ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ എത്രയാ കിട്ടുക? 986 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇഫ് ദ നമ്പർ 999 into 998 ആണ് വരുന്നത് എങ്കിൽ 999 into 998 എത്രയാണ് വരുന്നത് ആൻസർ? ഇവിടെ -1 ആണ്, ഇവിടെ -2 ആണ്. അപ്പം എത്ര സീറോസ് വരണം? 002 എന്ന് നമ്മൾ ഇട്ടു. ദെൻ 999ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 997 എന്ന് വരും. ഇതാണ് നമ്മളുടെ ട്രിക്ക് വരുന്നത്. ഇനി ഇതാ ഒരു ക്വസ്റ്റ്യനും കൂടി സെയിം അതുപോലെ തന്നെ 1000ന് എബവ് ആവുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക? 1000ന് എബവ് ആവുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യുക? എത്രയാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഇല്ലല്ലേ. എത്രയാണ് ആൻസർ വരുന്നത്? ദിസ് ഇസ് +1 വരുന്നുണ്ട് ഇവിടെ, ആൻഡ് ദിസ് ഇസ് +3 ആണ്. അപ്പൊ 1 into 3 ഇറ്റ് ഇസ് 003 വന്നു. ദെൻ ഇവരെ തമ്മിൽ കൂട്ടുക അല്ലെ. അപ്പൊ 1004 വരും അല്ലെ. 1004 003 എന്ന് പറഞ്ഞ ആൻസർ വന്നില്ലേ? യെസ്, സിമ്പിൾ ആണ് അല്ലെ. നമ്മൾ അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പഠിച്ചതാ. ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതെ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. +9 +8 എത്ര വരും? +9 8s are 72 എന്ന് വരും അല്ലെ. 9 8s are 72 എന്ന് വരും. 9 8s are 72 എന്ന് വരും. സോ എന്താണ്? 07. നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടിയത്? കിട്ടിയിട്ടില്ല. 1017. യെസ്, വെരി ഗുഡ്. ഇറ്റ് ഇസ് കറക്റ്റ് അല്ലെ. 9 7s are 72 എന്ന് വരും. അപ്പൊ 072 ദെൻ ഇത് തമ്മിൽ കൂട്ടുക അല്ലെ. അപ്പം 1017 8ഉം 9ഉം 17 1017 072 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ ഡിജിറ്റ് ഇൻ യൂണിറ്റ് പ്ലേസ് ഓഫ് ദ നമ്പർ. ഈ ഒരു സീരീസ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ എത്രയാണ്? അതായത് ഈ ഒരു സം കണ്ടുപിടിച്ചിട്ട് അതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് മുമ്പായിട്ട് എന്താണ് യൂണിറ്റ് പ്ലേസ് എന്ന് നമുക്ക് അറിയണം അല്ലെ. അപ്പൊ യൂണിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഒരു നമ്പർ എടുക്കുകയാണ്. 1570 എടുത്താൽ ഇതിന്റെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ എത്രയാണെന്ന് എനിക്ക് പറഞ്ഞുതരൂ. ഇതിന്റെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ എത്രയാണെന്ന് എനിക്ക് പറഞ്ഞുതരൂ. ഇതിന്റെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ എത്രയാ? 1570 എടുത്താൽ അതിന്റെ യൂണിറ്റ് പ്ലേസ്, യെസ് വെരി ഗുഡ്, 0 ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ അവസാനത്തെ ഡിജിറ്റ്, ലാസ്റ്റ് ഡിജിറ്റിലുള്ള ഈ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയാ? അതിന്റെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ അല്ലെ. ഇതാണ് അതിന്റെ യൂണിറ്റ് പ്ലേസ്. ഇത് യൂണിറ്റ് പ്ലേസ് ആണ്. ഇത് എന്താണ്? നമ്മൾ ടെൻസ് പ്ലേസ് ആണ്. ഇത് ഹൺഡ്രഡ്സ് പ്ലേസ് ആണ്. ഇത് തൗസൻഡ്സ് പ്ലേസ് ആണ്. അപ്പൊ നമുക്ക് മോസ്റ്റ്ലി ഇപ്പൊ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്, നമുക്ക് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ വരുന്നതും യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ് എത്രയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കും. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ഇല്ലേ, ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കിൽ വെച്ചിട്ടും അങ്ങനെ ചോദിക്കും. അതായത് ഇപ്പൊ
ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ ചോദിക്കാം, അതായത് 10 ഇപ്പൊ എന്താണ് 1009 ഇൻറ്റു 1008 ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റിലുള്ള നമ്പർ ഏതാണ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഒറ്റയടിക്ക് ചോദിക്കാനായിട്ട് പറ്റും. അപ്പൊ യൂണിറ്റ് ഡിജിറ്റിലുള്ള നമ്പർ കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ മുഴുവനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനോ ഒന്നും പോവണ്ട, കുറച്ച് ട്രിക്സ് ഉണ്ട്. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എല്ലാത്തിന്റെയും സ്ക്വയർ കണ്ട് എല്ലാത്തിനെയും കൂടി ആഡ് ചെയ്തല്ല യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ എങ്ങനെയാണ് യൂണിറ്റ് ഡിജിറ്റിലുള്ള നമ്പറിനെ കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് യൂണിറ്റ് ഡിജിറ്റിലുള്ള നമ്പറിനെ കണ്ടുപിടിക്കുന്നത്? അപ്പൊ അതിനാദ്യം തന്നെ നമുക്ക് നമ്പേഴ്സിന്റെ സൈക്ലിസിറ്റി എന്താണെന്ന് അറിയണം. അപ്പൊ സൈക്ലിസിറ്റി ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സൈക്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്പേഴ്സ് നോക്കുക, സൈക്ലിസിറ്റി ഇസ് എ നമ്പർ ഓഫ് ടൈംസ് ആഫ്റ്റർ വിച്ച് ദ നമ്പർ സ്റ്റാർട്ട്സ് റിപ്പീറ്റിംഗ് ദ സൈക്കിൾ. അപ്പൊ സൈക്ലിസിറ്റി എന്ന് പറഞ്ഞാൽ സൈക്കിൾ പോലെയാണ് ഈ നമ്പേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഓരോ നമ്പേഴ്സിനും ഞാൻ സ്ക്വയർ ചെയ്യാണ്, അതിന്റെ പവർ കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ സൈക്ലിസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഈ സൈക്ലിസിറ്റി മെയിൻലി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് യൂണിറ്റ് ഡിജിറ്റിനെ മാത്രമാണ് നമ്മൾ മെയിൻലി സൈക്ലിസിറ്റി കണ്ടുപിടിക്കുമ്പോൾ നോക്കുന്നത്. അപ്പൊ എനിക്കറിയാം സൈക്ലിസിറ്റി ഓഫ് നമ്പേഴ്സിനും ഇപ്പൊ ഈ ഡെഫിനിഷൻ ഒന്നും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ലാന്ന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഓരോന്നായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. നമ്മള് സൈക്ലിസിറ്റി അനുസരിച്ച് നമ്പേഴ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സൈക്ലിസിറ്റി അനുസരിച്ച് നമ്മൾ നമ്പേഴ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 0, 1, 5, 6. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു നമ്പേഴ്സിനെ നോക്കാം. 0, 1, 5, 6 എന്ന് പറയുന്ന നമ്പേഴ്സിനെ നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 0 എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ എടുത്തു. 0, 1, 5, 6 ഞാൻ എടുക്കുമ്പോൾ 0 എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ എടുത്തു. സീറോന്റെ ഏത് പവർ എടുത്താലും, ഇപ്പൊ 0⁻1 ആണെങ്കിലും 0 ആണ്, 0⁻2 ആണെങ്കിലും 0 ആണ്, 0⁻3 ആണെങ്കിലും 0 ആണ്. സീറോയുടെ എനി പവർ എടുത്താലും നമുക്ക് കിട്ടുന്ന ആൻസർ 0. അപ്പൊ ഞാൻ പറയും സീറോയുടെ സൈക്ലിസിറ്റി എന്ന് പറയുന്നത്, സീറോയ്ക്ക് എപ്പോഴാണ് എല്ലായ്പ്പോഴും 0, 0, 0, 0 തന്നെയാണ് വരുന്നത്. സോ ഇത് എത്ര ഇന്റർവെൽസിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? ഓരോ ഇന്റർവെല്ലിൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ സീറോയുടെ സൈക്ലിസിറ്റി നമ്മൾ പറയും 1 ആണ് എന്ന് പറയും. അതായത് എത്ര തവണ കഴിഞ്ഞാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്? 0 കഴിഞ്ഞ് വീണ്ടും അടുത്ത 0 വരുന്നുണ്ട്. അപ്പൊ ഒരു തവണ കഴിഞ്ഞ് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സീറോയുടെ ഏത് പവർ എടുത്താലും നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആണ്. ഇനി 1നെ എടുത്ത് നോക്കുക, 1ന്റെ ഏത് പവർ എടുത്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 1 ആണ്. അപ്പൊ 1ന്റെയും സൈക്ലിസിറ്റി എത്രയാണ്? 1 തന്നെയാണ് വരുന്നത്. ഇനി 5നെ എടുത്ത് നോക്കാം. 5ന്റെ 5⁻1 is 5. 5⁻2 is 25. 5⁻3 is എത്രയാണ്? 5ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്ര വരും? 25 into 5 which is equal to 125 ആണ് വരുന്നത്. ആൻഡ് 5⁻4 എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്? 5⁻4 is equal to 625 എന്നാ വരുന്നത്. അതായത് 5ന്റെയും നമ്മൾ ഏത് പവർ എടുത്താലും സൈക്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ നോക്കേണ്ടത്. എല്ലാത്തിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് 5 തന്നെയാണ് വരുന്നത്. എനി പവർ ഓഫ് 5 എടുത്താലും അതിന്റെ എല്ലാം ലാസ്റ്റ് ഡിജിറ്റ് 5ലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും 5ന്റെ സൈക്ലിസിറ്റിയും എന്താണ്? 1 തന്നെയാണ്. ഇനി നമുക്ക് 6നെ കൺസിഡർ ചെയ്യാം. 6നെ എടുക്കുമ്പോ നോക്കിക്കോ, 6⁻1 എടുക്കുകയാണ്. 6⁻1 6 ആണ്. 6⁻2 എടുത്തു 36. 6 ക്യൂബ് എടുത്തു 36 into 6 എത്ര വരും? 36 into 6 is equal to 216 എന്ന് വരും അല്ലെ. ഇനി 6⁻4 എടുത്തു, അപ്പൊ 36 into 36 ആണ് അല്ലെ. 6⁻4നെ നമുക്ക് എങ്ങനെ എഴുതാം? 1296 ആണ് 6⁻4 എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരുടെയും ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? എല്ലാവരുടെയും ലാസ്റ്റ് ഡിജിറ്റ് 6ൽ തന്നെയാണ് അവസാനിക്കുന്നത്. സോ നമുക്ക് ജനറൽ ആയിട്ട് പറയാനായിട്ട് പറ്റും 0, 1, 5, 6 എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ സൈക്ലിസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? സൈക്ലിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഈ നമ്പേഴ്സിന്റെ ഏതൊക്കെ പവർ എടുത്താലും, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഫൈൻഡ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ, എന്താണ് 6⁻289 എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം 6ന്റെ ഏത് പവർ എടുത്താലും അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ആയിരിക്കും. മനസ്സിലായോ? സൈക്ലിസിറ്റി ഓഫ് 0, 1, 5, 6 പറഞ്ഞത് മനസ്സിലായോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? 0, 1, 5, 6
ഈ 4 നമ്പേഴ്സിന്റെ സൈക്ലിസിറ്റി 1 ആയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. കാരണം നമ്മളിങ്ങനെ ലൈക് ആഡ് ഓൺ ചെയ്താ പോകുന്നത്. അപ്പൊ ഇടയിൽ ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വരുന്ന ഒന്നും മനസ്സിലാകത്തില്ല. ഇതുവരെ ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്താൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ നോക്കിക്കേ, ഡിജിറ്റ് 0, 1, 5, 6 0, 1, 5, 6 എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം when each of these digits is raised to any power, the unit digit of the final answer is a number itself. Same number തന്നെയാണ് നമുക്ക് അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ 5 സ്ക്വയർ എടുത്താൽ 25, യൂണിറ്റ് ഡിജിറ്റ് 5 ആണ്. എന്താണ് 1 to the power of 6 എടുത്താൽ 1 ആണ്. 0 to the power of 4 എടുത്താൽ 0 ആണ്. 6 ക്യൂബ് എടുത്താൽ 216 ആണ്. യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും ആ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവരുടെ എല്ലാവരുടെയും സൈക്ലിസിറ്റി 1 ആണ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റൻ ആൻസർ പറയൂ. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 416 all raised to 346. ഈ ഒരു ക്വസ്റ്റൻ ആൻസർ പറയൂ. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 416 all raised to 345. ഇതിന്റെ ആൻസർ എത്രയാ വരുന്നത്? സോ നോക്കിക്കാൻ, 416 all raised to 345 ആണ് വരുന്നത്. സോ ഇറ്റ് ഇസ് 416 all raised to 345. അപ്പൊ നമുക്കറിയാം എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ 416 all raised to 345 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം 6. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സിംപ്ലിഫൈ ചെയ്ത് യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് 6 raised to 345 എന്ന് അല്ലെ ലാസ്റ്റ് ഡിജിറ്റിന്റെ പവർ ആയിട്ട് എഴുതാം അല്ലെ. 6 raised to 345. അപ്പൊ നമുക്കറിയാം 6ന്റെ എനി പവർ അല്ലെ, 6 raised to എനി പവർ, മൂന്നിലെ ഏത് പവർ ആണെങ്കിലും അതിന്റെ ആൻസർ ഇസ് ഈക്വൽ ടു ആ നമ്പർ തന്നെയാണ്, 6 തന്നെയാണ്. സോ ഇതിന്റെ ആൻസർ എത്ര വരും? ആൻസർ എന്ന് പറയുന്നത് 6 ആണ്. 6 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 235 all raised to 34566. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ലൈക്ക് ഇതിപ്പോ കോൺസെപ്റ്റ് പഠിക്കാത്ത ആൾക്ക് ചെയ്യാൻ പറ്റില്ല. അയ്യോ ഇത് എങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കും. സി നോക്കിക്കേ എങ്ങനെയാണ് വരിക? എത്രയാണ് ആൻസർ വരിക? നമുക്ക് ഒരു സെക്കൻഡ് പോലും എടുക്കുന്നില്ല ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ അല്ലെ. എത്ര ഒരു S5 കാണുമ്പോഴേ നമുക്കറിയാം, ബിക്കോസ് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 235 ആണ് all raised to 34566. എത്ര വലിയ പവർ ആയിക്കോട്ടെ, നമ്മൾ ആകെ നോക്കേണ്ടത് ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 5 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. നമുക്കറിയാം 0, 1, 5, 6 ഇവരുടെ ഒക്കെ എന്താണ് സൈക്ലിസിറ്റി 1 ആണ്. അപ്പൊ ആ ഡിജിറ്റ് തന്നെ ആയിരിക്കും ആൻസർ വരിക. സോ ഇതിനെ നമുക്ക് ഇഫക്റ്റീവ്ലി ഇങ്ങനെ എഴുതാം, 5 raised to 34566. അപ്പം എന്ത് വരും? 5 ആയതുകൊണ്ട് 5 raised to എനി പവർ ആയിക്കോട്ടെ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? 5 ആണ് ആൻസർ കിട്ടുക. സോ ആൻസർ ഇസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്താണ്? Find which gives 5 as unit digit, hence the unit digit of this is equal to 5 തന്നെയാണ്. ഇനി നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ഡിജിറ്റ്സിലേക്ക് പോവാണ്. അതായത് നമ്മൾ ആദ്യം പഠിച്ച ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 0, 1, 5, 6 നമ്മൾ പഠിച്ചു. അതിന് ആ നമ്പർ തന്നെയാണ് റേസ് ടു എനി പവർ ചെയ്താലും കിട്ടുന്നത്. ഇനി 4ഉം 9ഉം നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കും. നമുക്ക് എഴുതി നോക്കാം 4ഉം 9ഉം വരാൻ നേരത്ത് എന്ത് വരും? സി 4 raised to 1 ഞാൻ എടുക്കുകയാണ്. 4 raised to 1 എത്ര വരും? 4 എന്ന് പറഞ്ഞു. 4 raised to 2, 4 4s are 16. 4 raised to 3 എത്ര വരും? 16 into 4, 64. 4 raised to 4 എത്ര വരും? ഈ 4 raised to 4 നിങ്ങൾക്ക് ഉണ്ടല്ലോ, 4 raised to 4 നമുക്കിപ്പം സൈക്ലിസിറ്റി കണ്ടുപിടിക്കുന്ന അവസാനത്തെ ഡിജിറ്റ് മാത്രം മതി. അപ്പൊ നിങ്ങൾക്ക് എന്താണ് 4 raised to 4 എത്രയാന്ന് അറിയില്ല എന്ന് വിചാരിക്കും. സി 4 raised to 4 എത്രയാന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കും. ഞാൻ എന്ത് ചെയ്യും? 4 raised to 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 square into 4 square ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 16 into 16 ആണ്. അപ്പൊ അവസാനത്തെ ഡിജിറ്റ് മാത്രം കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 16 into 16 എന്ന് പറയുമ്പോൾ 6 into 6 അല്ലെ, ഈ രണ്ട് ഡിജിറ്റ്സിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 6 into 6 36 ആണ്. അപ്പൊ അവസാനത്തെ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 6 ആയിരിക്കും അല്ലെ. സി 4 raised to 4 എന്ന് പറയുന്നത് 256 ആണെന്നൊന്നും എനിക്ക് അറിയില്ല പെട്ടെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 4 raised to 4 16 into 16 എന്നാ ചെയ്യാം. നമുക്കറിയാം 16ന്റെ ക്യൂബ് 256. പക്ഷെ ഇപ്പൊ സി 4 raised to 5 ആണ്. ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിരുന്നു എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഇതിനെ 4 raised to 5 നമുക്ക് എങ്ങനെ എഴുതാം?
4³ ഇൻറ്റു 4² എന്ന് എഴുതാം അല്ലെ. അപ്പൊ 16 ഇൻറ്റു 4³ എത്രയാണ് വരുന്നത്? 16 ഇൻറ്റു 4 64 ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 4 24 ചെയ്താൽ മതി അല്ലെ. 6 ഇൻറ്റു 4 24. അപ്പൊ 4 ആണ് ലാസ്റ്റ് ഡിജിറ്റ് വരിക. 4⁵ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിക്കേ എത്രയാണ് വരുന്നത്? 4 വരുന്നത്. 1024 എന്ന് പറയുമ്പോൾ 4 വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പൊ സി ഇവിടെ 4 വരാൻ നേരത്ത് നമുക്ക് ട്രിക്ക് ഉണ്ട്. ഞാനിപ്പോ ലാസ്റ്റ് ഡിജിറ്റ് എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ 4:4 എന്ന് പറഞ്ഞാൽ 256 ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു പാറ്റേൺ പാറ്റേൺ നോക്കുന്ന സമയത്ത് ആദ്യം 4 വന്നു ലാസ്റ്റ് ഡിജിറ്റ്, പിന്നെ 6 വന്നു ലാസ്റ്റ് ഡിജിറ്റ്, പിന്നെയും 4, പിന്നെയും 6. അടുത്തത് നിങ്ങൾ എഴുതുകയാണെങ്കിൽ 4⁵ എടുത്താൽ എന്ത്? 4⁵ എടുത്താൽ എന്ത് വരും? 4 വരും. 4�6 എടുത്താൽ ലാസ്റ്റ് ഡിജിറ്റ് 6 വരും. അപ്പൊ 4 കഴിഞ്ഞാൽ 6 വരുന്നു, പിന്നെയും 4 വരുന്നു. അപ്പൊ ഇതിന്റെ പാറ്റേൺ എങ്ങനെയാ വരുന്നത്? 4 6 4 6 4 6 ഇങ്ങനെ പാറ്റേൺ റിപ്പീറ്റ് ആവും. അതായത് രണ്ട് നമ്പേഴ്സ് കഴിയുമ്പോൾ പാറ്റേൺ റിപ്പീറ്റ് ആവുകയാണ്. അപ്പൊ ഇതിന്റെ സൈക്ലിസിറ്റി നമ്മൾ എന്ത് പറയും? സൈക്ലിസിറ്റി എന്ന് പറയുന്നത് 2 ആണ് എന്ന് പറയും. അതായത് നമ്മൾ ഇതിന്റെ പവറിന്റെ സൈക്കിൾ എഴുതി നോക്കി. പവറിന്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ലാസ്റ്റ് ഡിജിറ്റ്സിന്റെ എന്താ നമ്മൾ ഇങ്ങനെ എഴുതിയത്? ആദ്യം 4, പിന്നെ 6, പിന്നെ 4, പിന്നെ 6. ഇതിന്റെ പവർ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 6 എന്നുള്ളതാണ് പവർ സൈക്കിൾ. അപ്പൊ അതിൽ എത്ര ആൾക്കാരുണ്ട്? 2 പേരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 4ന്റെ സൈക്ലിസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അതിന്റെ സൈക്ലിസിറ്റി. അതായത് രണ്ട് നമ്പേഴ്സ് കഴിഞ്ഞ് അതിങ്ങനെ റിപ്പീറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് 4 എന്ന് പറയുന്നത്. സിമിലർ ആണ് ആരും? 9ഉം 4ഉം 9ഉം രണ്ടുപേരും സൈക്ലിസിറ്റി 2 ആയിട്ടുള്ള ആളാണ്. നമുക്ക് 9ന്റെ എഴുതി നോക്കാം. 9 എഴുതുന്ന കേസിൽ നമുക്കറിയാം 9⁻1 is equal to 9. 9⁻2 is equal to 9 9s are 81. 9 3s are എത്രയാണ്? 9 3s are 81 into 9 എന്ന് വരും. 81 into 9 is equal to 2729 എന്ന് വന്നു. 9⁻4 വരാൻ നേരത്ത് 81 into 81 എന്ന് വരും. 81 into 81 1 ആണ് ലാസ്റ്റ് ഡിജിറ്റ് വരിക അല്ലെ. 81 into 81 6561. അപ്പൊ ഇത് നമ്മൾ നോക്കുമ്പോഴും ലാസ്റ്റ് ഡിജിറ്റ് എങ്ങനെയാണ് വരുന്നത്? ലാസ്റ്റ് ഡിജിറ്റ്സ് ഇങ്ങനെ 9 കഴിഞ്ഞ 1, പിന്നെ 9, പിന്നെയും 1 ഇങ്ങനെയാണ് അല്ലെ. ഇതിന്റെ പവർ സൈക്കിൾ ചോദിക്കുകയാണെങ്കിൽ 9 1 എന്നുള്ള രീതിയിലാണ് ഇവർ റിപ്പീറ്റ് ആവുന്നത്. അപ്പൊ ഇതിന്റെയും സൈക്ലിസിറ്റി എത്രയാണ്? സൈക്ലിസിറ്റി ഇസ് ഈക്വൽ ടു 2 ആണ് വരുന്നത്. അപ്പം ഈ 4 9 എന്ന് പറയുന്ന ഡിജിറ്റ്സ് വരുമ്പോൾ അവരുടെ സൈക്ലിസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? സൈക്ലിസിറ്റി എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, 4ഉം 9ഉം വരുമ്പോൾ അവരുടെ സൈക്ലിസിറ്റി എന്ന് പറയുന്നത് 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സി നമുക്കിപ്പോ നോക്കാം. ഇവിടെ നമുക്കൊരു ജനറൽ റൂള് പറയാം. 4⁻odd പവർ ആണെങ്കിൽ 4⁻odd പവർ, ഫോർ എക്സാമ്പിൾ 4⁻1 എടുത്തു, എത്രയാണ്? 4 വന്നു അല്ലെ. 4⁻1 എടുത്താൽ 4 വന്നു. 4⁻3 എടുത്താലും 4 ആണ് വരിക. 4⁻7 എടുത്താലും 4 ആണ് വരിക. അപ്പൊ 4⁻odd പവർ ആണെങ്കിൽ 4⁻odd പവർ ആണെങ്കിൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 4 എന്ന് എപ്പോഴും കിട്ടും. സിമിലർ ആയിട്ട് തന്നെ 9⁻odd പവർ ആണെങ്കിലും എന്ത് വരും? നമുക്ക് 9 തന്നെ ആൻസർ കിട്ടും. ഇനി 4⁻even പവർ വരികയാണ്. അതായത് 4², 4⁻4, 4⁸, 4⁻16 അങ്ങനെ ഈവൻ പവേഴ്സ് വരുവാണ്. 4⁻even പവർ ആണ് വരുന്നതെങ്കിൽ ആൻസർ എന്ത് വരും? 6 എന്ന് വരും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിന്റെ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും ചെറിയ നമ്പർ എടുത്ത് നോക്കിയാൽ മതി അല്ലെ. 4⁻even പവറിന് ഇപ്പം 6 ആണോ 4 ആണോ വരുന്നത് എനിക്ക് എക്സാമിൽ എടുക്കുമ്പോൾ കൺഫ്യൂഷൻ വരാം. അപ്പൊ ഞാൻ പറയണോ 4⁻even പവർ ഏറ്റവും ചെറിയ ഈവൻ നമ്പർ 2 ആണ് അല്ലെ. അപ്പൊ 4² നമ്മൾ എടുത്തു, നമുക്കറിയാം 16 ആണ്. അപ്പൊ 6 ആണ് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് എന്ന് മനസ്സിലായി. ഇനി 9ന്റെ കേസിലും 9⁻odd പവറിന് 9 ആണോ വരുന്നത് 1 ആണോ വരുന്നത്? അപ്പൊ 9⁻, ഏറ്റവും ചെറിയ ഓഡ് നമ്പർ 1 ആണ്. അപ്പൊ 9⁻1 9 ആണ്. ഇനി 9⁻even പവർ ആണ് വരുന്നത്. അപ്പം എന്താണ്? 9² is 81, 1 1. അപ്പം ഇത് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മളിപ്പോ സൈക്ലിസിറ്റി റൂൾസ് പഠിക്കുമ്പോൾ ആദ്യം 4 നമ്പേഴ്സ് പഠിച്ചു അല്ലെ. ഏതൊക്കെയായിരുന്നു? 0 1. ഏതൊക്കെയായിരുന്നു സൈക്ലിസിറ്റി 1 ആയിട്ടുള്ള ആ നമ്പർ തന്നെ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ. ഏതൊക്കെയായിരുന്നു നമ്പേഴ്സ്? 0 1 5 0 1 5. ബാക്കി ആരാ? യെസ്, 0 1 5 6 ആണ് സൈക്ലിസിറ്റി 1 വരുന്ന നമ്പർ. 0 1 5 6. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരുടെ ഏത് പവർ വന്നാലും അത് തന്നെയായിരിക്കും ആൻസർ. ഇനി സൈക്ലിസിറ്റി 2 ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്?
സൈക്ലിസിറ്റി 2 ആയിട്ടുള്ള വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? സൈക്ലിസിറ്റി 2 ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? യെസ്, 4ഉം 9ഉം ആണ് സൈക്ലിസിറ്റി വരുന്നത്. 4 റേസ് ടു ഓഡ് പവർ വരുമ്പോ എത്രയാണ് വരുന്ന ആൻസർ? 4 റേസ് ടു ഓഡ് പവർ വരുമ്പോ എത്രയാണ് ആൻസർ വരുന്നത്? 4 റേസ് ടു ഓഡ് പവർ വരുമ്പോൾ ആൻസർ വരുന്നത് 9 ആണെന്നോ? 4 റേസ് ടു ഓഡ് പവർ വരുമ്പോ ആൻസർ എന്താ വരിക? 4 ആണ്. ആൻഡ് 9 റേസ് ടു ഓഡ് പവർ വരുമ്പോൾ 9 ആണ്. അല്ലെങ്കിൽ 9 റേസ് ടു ഈവൻ പവർ ആണെങ്കിൽ 1 ആണ്. 4 റേസ് ടു ഈവൻ പവർ ആണെങ്കിൽ എത്ര ആൻസർ വരും? 6 വരും അല്ലെ? അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. Find the unit digit of 414 all raised to 23. യെസ്, എന്താ നമ്മൾ ആകെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വായിക്കാൻ അറിയോ? നോക്കി, 414 all raised to 23. അപ്പൊ ഞാൻ 414 ഏത് നമ്പറിനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ യൂണിറ്റ് ഡിജിറ്റിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളുടെ കണ്ണ് ആകെ പോകേണ്ടത് അവസാനത്തെ ഡിജിറ്റിലേക്കാണ്. ഓക്കെ, 4 ആണ് അവസാനത്തെ ഡിജിറ്റ്. 4ന്റെ സൈക്ലിസിറ്റി 2 ആണ്. ഇനി നോക്കുക, പവർ എത്രയാണ്? 23 ആണ്. 23 is an ഓഡ് പവർ ആണ് അല്ലെ? അപ്പൊ 414 all raised to 23 എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഞാൻ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വായിക്കുക. ഓക്കെ, 414 പകരം 4 raised to 23. 23 എന്ന് പറയുമ്പോൾ എന്താണ്? ഓഡ് ആണ്. ഓഡ് ആണെങ്കിൽ ആൻസർ 4 ആണ്. ഓക്കെ, കിട്ടി. ഒറ്റയടിക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ട, എഴുതുകയും വേണ്ട, ഒന്നും വേണ്ട, ആൻസർ കിട്ടി. 23 is an odd number, therefore 4 raised to odd is equal to 4, hence the unit digit is 4. Find the unit digit of 29 all raised to 82. 29 all raised to 82. എത്രയാ വരുന്നത്? 29 all raised to 82. all raised to 82. യെസ്, 1 ആണ് വരുന്നത് അല്ലെ? കാരണം എന്താണ്? 29 all raised to 82 നമ്മൾ എങ്ങനെ വായിക്കാം? 9 ആണ് അല്ലെ? 9 raised to 82 നോക്കിയാൽ മതി. ലാസ്റ്റ് ഡിജിറ്റ് പവർ നോക്കാം. 9 raised to ഈവൻ പവർ ആണ്. therefore it is 1 ആണ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. 1 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. RRB JEE നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 7934ഓളം വേക്കൻസികളുള്ള ഈ ഒരു മാസീവ് റിക്രൂട്ട്മെന്റ് ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ഒരു അവസരം തന്നെയാണ്. കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ 2025 നിങ്ങൾക്കും മികച്ച ഒരു കേന്ദ്ര സർക്കാർ ജോലി സ്വന്തമാക്കാനായി സാധിക്കും. പക്ഷേ RRB JEE പ്രിപ്പറേഷൻ ഇനിയും തുടങ്ങാത്തവരാണോ നിങ്ങൾ? എങ്കിൽ സമൃദ്ധിയുടെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ നിങ്ങൾക്കും ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം പ്രിപ്പറേഷൻ ആരംഭിക്കാം. അതിനായി ടെക് PSC RRB JEE തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. RRB എക്സാമുകളിൽ മുൻവർഷത്തെ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രം കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് വളരെ ചെറിയ ഫീസിൽ സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 1499 രൂപയ്ക്കും, ടെക്നിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് 2999 രൂപയ്ക്കും, ഇനി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പരീക്ഷകൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കുന്നവർക്ക് വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിലും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.